ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വീഡിയോ റിയാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നിവിൻ പോളിയുടെ അല്ലെ, നിവിൻ പോളിയുടെ തമിഴ് സിനിമയാണ് ഏഴ് കടൽ ഏഴ് മല സിനിമ. അപ്പം ഇത് കുറെ നാൾ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത ഇന്നത്തെ ഡയറക്ടർ റാമാണ്, നമ്മുടെ പേരൻപൊക്കെ ചെയ്തേക്കുന്ന അദ്ദേഹമാണ് ഇതിന്റെ ഡയറക്ടർ. പിന്നെ നിവിൻ പോളി, സൂരി, അതുപോലെ തന്നെ അഞ്ജലി അവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്തായാലും ഇതിന്റെ ആ ഒരു ഗ്ലിംസ് വീഡിയോ വന്നേക്കുന്നത്. പക്ഷെ ഗ്ലിംസ് വീഡിയോ ആണെങ്കിൽ 2 മിനിറ്റോളം ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഉണ്ടോ? ஒருத்தரை விட்டு ஒருத்தர் போகிறதுக்கு வேணாம் 1000 காரணம் இருக்கும். ஆனால் ஒருத்தர் கூட ஒருத்தர் போகிறதுக்கு ஒரே ஒரு காரணம் மட்டும்தான் இருக்க முடியும். அது என்ன சார்? காதல். ஒரு 4000 வருஷத்துக்கு முன்னாடி ஒரு பாலைவனம், ஒரு அரண்மனை, அதில் ஒரு நிலாமுற்றம். சாயங்காலமாக நீங்கள் அங்கே வந்து நின்றீங்க. தலையில இருந்து கீழே வரைக்கும் ஃபுல் அட்ரஸ். திடீர்னு அடித்த காற்றுல முகத்திற மேலே பிறந்துச்சு உங்கள் முகம். கீழே இருந்தவங்க எல்லாம் ராணின்னு கையெடுத்து கும்பிட்டாங்க. நானும் கும்பிட்டேன். முதல்ல நான் உங்களை பார்த்தப்ப நீங்க ஒரு ராணி. அது எப்படி சார்? வயசு என்ன? 32ங்க சார். எனக்கு 8822. நான் சொன்னது நீங்கள் நம்பியிருக்க மாட்டீங்க, ஆனால் நான் சொன்னது நிஜம். ഇതിനകത്ത് നിവിൻ പോളിയുടെ പ്രായം 8,000 സംതിങ് എന്നൊക്കെ പറയുന്നു. പിന്നെ പ്രണയം അഞ്ജലിയെ കണ്ട സമയം 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതെന്താ പറയുക, ടൈം ട്രാവൽ ആണോ ഇതിനകത്ത്? പക്ഷെ ഇതിനകത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇമ്മോർട്ടൽ ലവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മരണമില്ലാത്ത പ്രണയം എന്നൊക്കെയാണ്. അപ്പം ഇത് സംഭവം തോന്നുന്നു ടൈം ട്രാവൽ ചെയ്ത് ഇത്രയും വർഷത്തിന് ശേഷം വരുന്നതാണോ? ഇനി പുള്ളിക്ക് മരണമില്ലാതെ ഇത്ര വർഷത്തിൽ പുള്ളിക്ക് ഏറ്റവും നല്ല പ്രണയം അഞ്ജലിയോടാണ് തോന്നുന്നു 4000 വർഷങ്ങൾക്ക് ശേഷം. എന്തോന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തുവരും ഇതൊരു ഫാന്റസിയും കൂടെ ചേർന്നില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഫാന്റസി മൂവി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ സൂര്യയുടെ കഥാപാത്രവും നിവിൻ പോളിയുടെ കഥാപാത്രം തമ്മിലൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ഒക്കെ സംഭവിച്ച് കോമഡി കാണാനുള്ള ചാൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. ആ ഒരു ട്രെയിനകത്ത് ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു ഈ പറയുന്ന തൊട്ടൊരു പ്രണയ കഥ തന്നെ ആയിരിക്കാം അല്ലേ? അത് റാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്ലേ, അദ്ദേഹത്തിന്റെ ആ ഒരു സംവിധാനത്തിൽ ഇതെങ്ങനെ വരും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമ നമുക്കിപ്പം ഓരോ പടം എടുത്തല്ലേ, ഇപ്പം ഇത് തങ്കമകൻ എന്നൊക്കെ പറഞ്ഞ പടം ഉണ്ട്, പേരൻ. അതിനകത്ത് നമുക്കറിയാം പുള്ളി മാക്സിമം ഒരു ആക്ടറെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആണെങ്കിലും അവരെ എത്രത്തോളം മാക്സിമം ഇതിനകത്ത് അവർ ഔട്ട്പുട്ട് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം കറക്റ്റ് പിടിച്ച് ചെയ്യുന്ന ഒരാളാണ് റാം എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് നിവിൻ പോളിയുടെ കരിയർ ബെസ്റ്റ് ഒക്കെ ആകാൻ വേണ്ടിയുള്ള ഒരു പടം ആയിരിക്കാം എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിവിൻ പോളിയുടെ വേഷമാണെങ്കിലും അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയും അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ആ ഒരു സംഭവം ഇതിനകത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു നമുക്കൊരു നിവിൻ പോളിയെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ അതാണ് ഈ റാം എന്ന സമുദായത്തിന്റെ മികവെന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിവിൻ പോളി ഫാൻസുകാർക്ക് അതുപോലെ നമ്മൾ മലയാളികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്ന നിമിഷമാകട്ടെ എന്ന് ആശംസിക്കുന്നത്. വെച്ചാൽ ഒരു തമിഴ് പടത്തിൽ നമ്മുടെ മമ്മൂക്കേനെ വെച്ചിട്ട് അത്രയും കിടിലൊരു പടം ഉണ്ടാക്കിയ ഒരു ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പടത്തിൽ നമ്മുടെ നെക്സ്റ്റ് മലയാളി തന്നെ അഭിനയിക്കുന്നു എന്ന് പറയുന്നതിന് അഭിമാനം. അപ്പൊ നമുക്ക് എന്തായാലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.